Hi all my dear friends, welcome back to third day of CBSE Maths Crash class conducted by Archana Study Center. Today we are going to discuss about irrational numbers. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺസണന്റ് നമ്പേഴ്സിനെയും പ്രൈം നമ്പേഴ്സും LCM HCF അതിനും ബന്ധപ്പെട്ടുള്ള തിയറംസുമാണ്. സോ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. നിങ്ങൾ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാം. വളരെ ശ്രദ്ധിച്ചിരിക്കുക. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഒപ്പം വർക്ക്ഔട്ട് ചെയ്യുക. വി ക്യാൻ ലേൺ ടുഗദർ, വി ക്യാൻ ഗ്രോ ടുഗദർ. സ്റ്റേ ട്യൂൺഡ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് അറിഞ്ഞിരിക്കണം, കൃത്യമായി അറിഞ്ഞിരിക്കണം. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്, റാഷണൽ നമ്പേഴ്സ്. നമ്മൾ ഒരുപാട് നമ്പേഴ്സ് 1/2 എക്സാമ്പിൾ, 1/2, 3/4 ഇതൊക്കെ എന്താണ്, റാഷണൽ നമ്പേഴ്സ് ആണ്. അതായത് പിയുടെയും ക്യൂവും കോപ്രൈംസ് ആയിരിക്കും. എന്താണ് കോപ്രൈംസ്? കോപ്രൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCF ഓഫ് P, Q ഈക്വൽ ടു 1. അതായത് പിന്നെയും ക്യൂവിനെയും ഒരുപോലെ ഡിവൈഡ് ചെയ്തു പോകുന്ന ഒരു ഫാക്ടറി ഉണ്ടായിരിക്കുള്ളൂ, അത് 1 ആയിരിക്കും. അതാണ് കോപ്രൈം എന്നത്. പിയും ക്യൂവും കോപ്രൈം ആയിരിക്കും. ഈ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് നോക്കുക. ഇവിടെ എക്സാമ്പിൾ നോക്കിയേ, 1 and 2. 1ലും 2ലും കോമൺ ആയി ഡിവൈഡ് ചെയ്ത് പോകുന്നത് 1 മാത്രമാണ്. അതുപോലെ വേറെ ഒരെണ്ണമാണ് 3/4. 3ലും 4ലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പറാണ് 1. അല്ലാതെ വേറൊരു നമ്പറും എന്ത് ചെയ്യില്ല, ഡിവൈഡ് ചെയ്ത് പോലെ. ഇങ്ങനത്തെ നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്, റാഷണൽ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇറാഷണൽ നമ്പർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ √2, √3, പൈ, ഇതൊക്കെ എക്സെട്ര, ഇതൊക്കെ എന്താണ്, ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇവര് നമുക്ക് ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ 0.167, 132 റിപ്പീറ്റഡ്ലി കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്ന നമ്പേഴ്സ് ആയിരിക്കും ഇൻ ഡെസിമൽ ഫോംസ്, ഇറാഷണൽ നമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം പറയുന്നത് റാഷണൽ നമ്പേഴ്സ് ആണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/Q ഫോമിൽ എഴുതാവുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ 1/2, 3/4. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പിയും ക്യൂവും കോപ്രൈംസ് ആയിരിക്കും. അതായത് പിനെയും ക്യൂവിനെയും ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരേ ഒരു നമ്പർ 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇറാഷണൽ നമ്പേഴ്സ് എന്താണ്, P/Q ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഇറാഷണൽ നമ്പേഴ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് √2, √3, പൈ എക്സെട്ര. ഓക്കെ, അതിൽ വരുന്ന അതിനെ ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, 0.167, 132 എക്സെട്ര. ഇങ്ങനെ എൻഡ് ഇല്ലാതെ പോകുന്ന ഡെസിമൽ നമ്പേഴ്സ് ഒക്കെ എന്താണ്, ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയി പഠിക്കുന്ന ഒരു തിയറം, ലെറ്റ് P be a prime number. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ കൊണ്ടോ അല്ലെങ്കിൽ സെയിം നമ്പർ കൊണ്ടോ 1 കൊണ്ടോ മാത്രം ഡിവൈഡ് ചെയ്യാവുന്ന നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് പറയുന്നത്. എക്സാമ്പിൾ ആണ് 2, 3, 5, 7 എക്സെട്ര. ഓക്കെ, നമുക്ക് പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇഫ് P ഡിവൈഡ്സ് A സ്ക്വയർ, A സ്ക്വയറിനെ P കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എനെ കൂടെയും P കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വായിക്കാം, ഇഫ് P ഡിവൈഡ്സ് A സ്ക്വയർ then P divides A where A is a positive integer. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. Let P be 2. P എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. 2 ഒരു പ്രൈം നമ്പർ ആണ്. P 2 ആണെങ്കിൽ A സ്ക്വയർ എടുക്കുന്നത് ഞാൻ 4 സ്ക്വയർ ആണ്. 4 സ്ക്വയർ എന്താണ്, 16. 16 എന്തുകൊണ്ട് ഡിവിസിബിൾ ആണ്, 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. നമുക്കറിയാം 8 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ A എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. 4 is also divisible with the same prime number P2. ഓക്കെ, ഈസിലി ഡിവിസിബിൾ ആണ്. ഇതാണ് ഈ ലോ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും നമുക്ക് CBSE ബോർഡ് എക്സാമിന് വരാറുണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ √2 റാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അസ്യൂം ചെയ്തിട്ട് ഇത് നമ്മൾ പ്രൂഫ് ചെയ്തിട്ട് ഈ അസംഷൻസ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാണ്. അതുകൊണ്ട് √2
ഇറാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ആ മെത്തേഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെയിം സ്റ്റെപ്സ് ആണ് √2 ഇറാഷണലും √3 ഇറാഷണൽ √5 ഇറാഷണൽ ഇങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. സെയിം സ്റ്റെപ്സ് തന്നെയാണ് പഠിക്കേണ്ടത്. ഈ സ്റ്റെപ്സ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആദ്യം √2നെ റാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? p/q എന്ന് എഴുതാൻ പറ്റും. ഇതിൽ പിയും ക്യൂവും എന്താണ്? കോപ്രൈംസ് ആണ്. എന്താണ് കോപ്രൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ HCF 1 ആണ്. പിനെയും ക്യൂവിനെയും 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ അസംഷൻ എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് പിനെയും ക്യൂവിനെയും 1 അല്ലാത്ത നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അതെന്തായി? നമ്മുടെ അസംഷന് എതിരായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം? √2 നമ്മുടെ അസംഷൻ എന്തായിരുന്നു? √2 റാഷണൽ നമ്പർ ആണ്. ആ അസംഷൻ എതിരെയാണ് വന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? √2 ഇറാഷണൽ നമ്പർ ആണെന്ന് പറയാം. ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്കൊന്നുകൂടി നോക്കാം. ലെറ്റ് √2 ബി എ റാഷണൽ നമ്പർ. √2 റാഷണൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ √2നെ എങ്ങനെ എഴുതാം? p/q എന്ന് എഴുതാം. ഇതിൽ പിയും ക്യൂവും കോപ്രൈംസ് ആണ്. കോപ്രൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇനി ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. √2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 2 കിട്ടും. p/qനെ സ്ക്വയർ ചെയ്യുമ്പോൾ p²/q² കിട്ടും. ഓക്കെ, ഇനി ഈ q² ഈക്വൽ ടു ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? p² = 2q² കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതിന്റെ അർത്ഥം p² എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ശരിയാണല്ലോ? p² = 2q² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p²നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. p²നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം? p-നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. If p² is divided by 2, then p is also divided by 2. അതാണ് നമ്മൾ പഠിച്ച തിയറം. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ കോൺട്രഡിക്ടറി ആയി. p എന്ന് പറയുന്നത് കോപ്രൈം ആണെങ്കിൽ 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത് എന്താണ്? p എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ p. അപ്പൊ ഞാൻ p എന്ന് പറയുന്നത് 2a എന്ന് എടുത്തു. a എന്ന് പറയുന്നത് a is any number, any natural number, പോസിറ്റീവ് നാച്ചുറൽ നമ്പർ കേട്ടോ. പോസിറ്റീവ് നമ്പർ അത്രയേ ഉള്ളൂ. പോസിറ്റീവ് നമ്പർ എനി പോസിറ്റീവ് നമ്പർ. അങ്ങനെ നമ്മൾ ലെറ്റ് p be 2a. നമുക്ക് a 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 × a എന്ന് എഴുതാമല്ലോ. ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ സ്ക്വയർ ചെയ്തു. p² = 4a². ഈ p² = 4a²നെ നമുക്ക് ഈ ആദ്യത്തെ ഇക്വേഷൻ p² = 2q² ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ p² ഉണ്ടല്ലോ. ഈ p² = 4a². ഈ p²ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 4a² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ശരിക്കും നോക്കണം. ഇതിന് സ്ക്വയർ ചെയ്തതിന് ശേഷം p² = 4a² കിട്ടും. ഈ p² എടുത്തിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4a² = 2q² കിട്ടും. 4 ഉണ്ട് 2 ഉണ്ട് രണ്ട് സൈഡിലും അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4ലും 2ലും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് മാറും? 2a² = q² ആണ്. അല്ലല്ലോ? അതായത് 2a² = q². ദാറ്റ് മീൻസ് q² എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. q² എന്ന നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ആണ്. അപ്പൊ നമ്മുടെ തിയറം പ്രകാരം ക്യൂവും എന്തുകൊണ്ട് ഡിവിസിബിൾ ആണ്? 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യമാണ് പ്രൂവ് ചെയ്തത്. p എന്തുകൊണ്ട് ഡിവിസിബിൾ ആണ്? 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുപോലെ q എന്തുകൊണ്ട് ഡിവിസിബിൾ ആണ്? 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതിനർത്ഥം പിയും ക്യൂവും കോപ്രൈംസ് അല്ല. പിയും ക്യൂവും കോപ്രൈംസ് അല്ലെങ്കിൽ √2 = p/q എന്ന് എഴുതിയ സ്റ്റെപ്പ് റോങ് ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻ √2 is a rational number എന്ന അസംഷൻ തെറ്റായതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ പിയും ക്യൂവും കോപ്രൈം അല്ലാതെ കിട്ടിയത്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഫ്രം 1 and 2 p and q divided with can be divisible with number 2, which is wrong with our assumption. Therefore we can write √2 is irrational.
ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, √2 എന്ന് പറയുന്നത് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇത് ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. നമുക്ക് മാറി മാറി എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. റൂട്ടിന് പകരം √3 വരാറുണ്ട്, √5 വരാറുണ്ട്. ഇങ്ങനെ മാറി മാറി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എല്ലാറ്റിനും ഒരേ സ്റ്റെപ്പ് തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി പഠിക്കുക. എന്നിട്ട് ഈ സ്റ്റെപ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മാറ്റാം. √3 ആണെങ്കിൽ ഇവിടെ എന്ത് വരും നിങ്ങൾക്ക്, √3 ക്വസ്റ്റ്യൻ √3 ആണ് വരുന്നത്. √3 is equal to p/q. അപ്പൊ ഇവിടെ എന്ത് വരും, 3 is equal to p²/q². p² is equal to 3q². p² is divided with 3. p is divided by 3. Let p is equal to 3a. 3 കൊണ്ടല്ലേ divisible, 3a. Therefore we can write p² is equal to 9a². ഓക്കെ, എന്നിട്ട് ഈ 9a² നമ്മൾ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 9a² is equal to നമുക്ക് എന്ത് കിട്ടും, 3q² കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, 3a² is equal to q² എന്ന് കിട്ടും. ദാറ്റ് ഈസ് q² is divided with 3. That is q is divided by 3. That is നമുക്ക് എന്ത് എഴുതാൻ പറ്റും, from 1 and 2 p and q divisible by 3, which is wrong with our assumption. √3 is irrational. സെയിം സ്റ്റെപ്പ് ആണ് √3 ചോദിച്ചു കഴിഞ്ഞാലും ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ആ ഒരു ഇതിൽ മാറ്റിയാൽ മതി. ചെയ്ത് പഠിക്കുമല്ലോ. ഓക്കെ, ഇറാഷണൽ നമ്പേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് √3, √5 അങ്ങനെയുള്ളത് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് ഒരു മെത്തേഡിൽ വരുന്നത് പ്രൂവ് ദാറ്റ് 2 + 5√3 is a irrational number given that √3 is a irrational number. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 2 + 5√3 എന്ന് പറയുന്നത് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട്, √3 എന്ന് പറയുന്നത് ഇറാഷണൽ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഈ മോഡലിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇതെങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട നമ്പർ റാഷണൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. സോ നമുക്ക് എങ്ങനെ എടുക്കാം, 2 + 5√3 let 2 + 5√3 is a rational number എന്ന് അസ്യൂം ചെയ്യാം. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓർമ്മയിൽ വരണം എന്ത് എഴുതാം, 2 + 5√3 എന്ന് പറയുന്നത് p/q ആണ്. ബ്രാക്കറ്റിൽ എഴുതാം, p and q are കോപ്രൈംസ്. കോപ്രൈംസ് ആണ്. അതുപോലെ HCF, അതിന്റെ മീനിങ് എന്താ, HCF of p and q is equal to 1. ഇത് എഴുതി വെക്കാം. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, 5√3 എടുക്കാം. അപ്പൊ ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും, p/q - 2 ആണല്ലോ. p/2 പ്ലസ് ഉള്ളത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, മൈനസ്. മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ, ഡിവിഷൻ ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ പ്ലസ് ഉള്ളത്, അഡീഷൻ ഉള്ളത് ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറി, മൈനസ് ആയിട്ട് മാറി. ഇനി നമ്മളിവിടെ √3 മാത്രം ഇവിടെ നിർത്തുകയാണ്. √3 ഈക്വൽ ടു ഇവിടെ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. അപ്പൊ അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യണം. അപ്പൊ 1/5 ആയിട്ട് മാറും ഡിവിഷൻ. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്ത് വരും, p/q - 2 ആണ്. ഓക്കെ, അപ്പോ ഇത് നോക്കിക്കേ, √3 is equal to 1/5 into p/q - 2 ആണ്. ഇത് നോക്കിക്കേ, ഇപ്പൊ 1/5 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ്, p/q റാഷണൽ നമ്പർ ആണ്, 2 ഹോൾ നമ്പർ ആണ്. അതായത് ഇത് മൊത്തത്തിൽ എന്താണ്, ദിസ് ഈസ് എ റാഷണൽ നമ്പർ. ദിസ് ഇസ് എ റാഷണൽ നമ്പർ ആണല്ലോ. 1/5 എന്ന് പറയുന്ന റാഷണൽ നമ്പർ ആണ്, p/q റാഷണൽ നമ്പർ ആണ്, 2 എന്ന് പറയുന്നത് 2/1 എന്ന് പറയുന്നത് എന്താണ്, ഒരു റാഷണൽ നമ്പർ. അപ്പൊ ഈ മൊത്തം ഈ ടേം എന്താണ്, ഒരു റാഷണൽ നമ്പർ ആണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, √3 എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്, ഇറാഷണൽ നമ്പർ. ഇതെന്താണ്, ഒരു ഇറാഷണൽ നമ്പർ ആണ്. ഇറാഷണൽ നമ്പർ ആണ്. ഒരു ഇറാഷണൽ നമ്പർ ഈക്വൽ ടു റാഷണൽ നമ്പർ എന്ന് എഴുതാൻ പറ്റുമോ? സോ നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻ എന്താണ്, റോങ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് റോങ് ആണ്, ഇങ്ങനെ നമുക്ക് എഴുതാൻ patathilla. So our assumption is √2 LHS is a ഇങ്ങനെ എഴുതണം, LHS is a LHS of equation, LHS of equation 1 is irrational. irrational ആണ്. And RHS of
ഇക്വേഷൻ 1 ഈസ് എന്താണ്? റാഷണൽ നമ്പർ വിച്ച് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെ മാത്സിൽ വരില്ല അല്ലെ, അങ്ങനെ സംഭവിക്കില്ല. Therefore our assumption is wrong. നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻ എന്താണ്? റോങ്. എന്താണ് നമ്മുടെ അസംഷൻ? 2 plus 5 root 3 is a rational number. So നമുക്ക് എന്ത് എഴുതാം? 2 plus 5 root 3 is a irrational number. Hence proof. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഒന്നുകൂടി മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യേണ്ട സംഭവം റാഷണൽ ആണെന്ന് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് 2 plus 5 root 3 അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? p/q എന്ന് എഴുതാം. p/q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCF of p and q is 1. ആ p നും q നും 1 കൊണ്ട് മാത്രമേ ഡിവിസിബിൾ ആയിട്ടുള്ളൂ. എന്നതിന് ശേഷം ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇവിടത്തെ 5 root 3 ഇവിടെ നിർത്തിയിട്ട് 2 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. p/q minus 2i. ഇനി ഈ 5 നമ്മൾ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 1/5 ഇൻറ്റു ബ്രാക്കറ്റിൽ p/q minus 2 വരും. 2 means 2/1 ആണ്. p/q റാഷണൽ ആണ്. 1/5 റാഷണൽ ആണല്ലോ. അപ്പൊ ഈ മൊത്തം ടേം എന്താണ്? റാഷണൽ നമ്പർ ആണ്. അതുപോലെ അതായത് നിങ്ങളുടെ RHS എന്താണ്? റാഷണൽ നമ്പർ ആണ്. LHS എന്താണ്? √3. ആസ് പെർ ദ ക്വസ്റ്റ്യൻ എന്താണ് ഇത്? ഒരു ഇറാഷണൽ നമ്പർ ആണ്. സോ നിങ്ങളുടെ LHS ഇറാഷണലും RHS എന്തായിട്ട് മാറി? റാഷണൽ നമ്പറായി. വിച്ച് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻ എന്താണ്? റോങ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് 2 plus 5 root 3 is a irrational number. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഈ മോഡൽ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വരും. രണ്ടും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ പറ്റും. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ഓക്കെ, നമുക്ക് ഒരു പുതിയ ക്വസ്റ്റ്യൻ സെയിം മോഡലുള്ളതിന് നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഗിവൺ √3 is irrational number. Prove that 5 plus 2 root 3 is irrational. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് √3 എന്ന് പറയുന്ന ഇറാഷണൽ നമ്പർ ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 5 plus 2 root 3 എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്. ഒന്ന് തനിയെ ചെയ്ത് നോക്കൂ. ഫസ്റ്റ് എന്ത് ചെയ്യണം? 5 plus 2 root 3 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യണം. p/q ഫോമിൽ എഴുതണം, റീഅറേഞ്ച് ചെയ്യണം. അങ്ങനെ നിങ്ങൾ പ്രൂവ് ചെയ്യണം. LHSഉം RHSഉം ഒരെണ്ണം റാഷണലും ഒരെണ്ണം ഇറാഷണലും വരും. അത് ഒരിക്കലും നടക്കില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. Therefore our assumption is wrong. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് 5 plus 2 root 3 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നിങ്ങൾക്ക് തനിയെ ഒന്ന് ചെയ്യാൻ പറ്റും. ട്രൈ ഇറ്റ് ഔട്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. 2 പ്രോബ്ലംസ്, 2 മെത്തേഡിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ 2 പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാറി മാറി ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ബോർഡ് എക്സാമിന് വരുന്നതാണ്. നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം, എഴുതി പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 മെത്തേഡുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾ പഠിക്കുമെന്ന വിശ്വാസത്തോടെ ഹോംവർക്കും ചെയ്ത് നോക്കുക. നമുക്ക് നാളെ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. Okay, thank you.